വിജയ് 69 ഒരു ഇൻസ്പിറേഷണൽ മൂവിയാണ്. 69 വയസ്സുള്ള വിജയ് ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അതിന് കുറച്ച് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഒരു ദിവസം വൈകുന്നേരം ആൾ വാക്കിന് പോവാണ്. പിന്നെ ആൾ തിരിച്ചു വന്നില്ല. പോലീസ് അന്വേഷിക്കുന്നു. ഇപ്പോൾ മനസ്സിലായി പലരും വിജയനെ കടൽ തീരത്ത് കണ്ടവരുണ്ട്. ചില ആൾക്കാർ അദ്ദേഹം ഈ സീ വോളിൻ്റെ മുകളിൽ കയറി ഇങ്ങനെ ചാടാൻ പോകണമല്ലോ നിൽക്കുന്നതുണ്ട്. വേറെ കുറച്ച് പേര് ഒരു പ്രായമുള്ള മനുഷ്യൻ വെള്ളത്തിലേക്ക് എടുത്ത് ചാടിയെന്ന് പറഞ്ഞു. പോലീസ് അന്വേഷിച്ചു, ബോഡി കിട്ടിയില്ല. ഇദ്ദേഹത്തിൻ്റെ ഫ്യൂണറൽ സർവീസാണ്. ബോഡി കിട്ടാതെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് പള്ളിയിൽ ഫ്യൂണറൽ സർവീസ് നടക്കുകയാണ്. ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ 30 വർഷമായിട്ട് വിജയനെ അറിയാവുന്ന കൂട്ടുകാരൻ അവിടെ ഒന്നൊരു ഓളജി പറയാണ്. അയാൾ പറഞ്ഞു, വിജയനെക്കുറിച്ച് അവർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അദ്ദേഹം നന്നായിട്ട് ചീട്ട് കളിക്കുമായിരുന്നു, റമ്മി കളിക്കുമായിരുന്നു. പിന്നെ ഗർബ ഡാൻസിന് സമ്മാനം മേടിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ഡിബേറ്റ് കോമ്പറ്റീഷൻ സമ്മാനം മേടിച്ചിട്ടുണ്ട്. ഈ മനുഷ്യനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചുപോയെന്ന് കരുതിയ വിജയ് തിരിച്ചു വരുന്നത്. പിന്നീട് ഈ കൂട്ടുകാരനായിട്ട് വീട്ടിലിരിക്കുമ്പോൾ വിജയ് കാണുന്നു തന്നെക്കുറിച്ച് എഴുതി വോളജി. വിജയ് നോക്കുമ്പോൾ ചീട്ട് കളിക്കും, ഗർഭ ഡാൻസ് കളിക്കും, ഇത്തരം കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഇയാൾക്ക് ദേഷ്യം വരുന്നത്, എന്നെക്കുറിച്ച് ഇത് മാത്രമേ അറിയത്തുള്ളൂ. ഇത്ര വർഷമായിട്ട് നീ എൻ്റെ ഫ്രണ്ടല്ലേ, എൻ്റെ അച്ചീവ്മെൻറ്റ്സിനെ കുറിച്ച് നീ എന്താ പറയാത്തെ? അപ്പോൾ ഫ്രണ്ട് ചോദിക്കഴിഞ്ഞാൽ നിനക്ക് എന്താ അച്ചീവ്മെൻറ്റ്സാണ് ഉള്ളത്? ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്വിമ്മിങ്ങിലൊക്കെ മെഡൽ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെന്താ? പിന്നെ കുറേ കാര്യങ്ങളുണ്ട്, പക്ഷെ ഇപ്പോൾ എനിക്ക് ദേഷ്യമുള്ളതുകൊണ്ടൊന്നും ഓർമ്മ വരുന്നില്ല. കൂട്ടുകാരൻ പോയി കഴിയുമ്പോൾ വിജയനെ അടക്കാൻ മേടിച്ച കോഫിൻ അവിടെയുണ്ട്. ഈ കോഫിൻ്റെ അകത്തേക്ക് വിജയ് കയറി കിടക്കാം. അവിടെ കയറി കിടക്കുമ്പോൾ മനുഷ്യന് സങ്കടം വരാണ്. തൻ്റെ മരണത്തിന് ശേഷം തന്നെക്കുറിച്ച് പറയാൻ ലോകത്തിനൊന്നുമില്ലല്ലോ എന്ന് ഓർത്തി മനുഷ്യൻ സങ്കടപ്പെടുകയാണ്. ഇന്നത്തെ ഗോസ്പലിൽ എൻഡ് ടൈംസിനെ കുറിച്ച് ഈശോ സംസാരിക്കുന്നത്. വൺ ഈസ് ലെഫ്റ്റ്, അതർ ഈസ് ടേക്കൺ എന്നാണ് പറയാം. ശരിക്കും സഭ ഈ നവംബർ മാസം നമുക്ക് നൽകിയിട്ടുള്ളത് കോഫിൻ്റെ അകത്ത് കയറി കിടന്ന് നമ്മൾ ധ്യാനിക്കാനുള്ള മാസമാണ്. നമ്മളെങ്ങനെ ലോകം ഓർക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്.